നമസ്കാരം. യാത്രകളും കാഴ്ചകളും ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലോട്ടാണ് യാത്ര. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം പുനലൂർ പാതയിൽ കറ്റാടത്ത് നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗക്ഷേത്രത്തിലോട്ടാണ്. കേരളത്തിലെ ആദ്യ നാഗക്ഷേത്രം എന്നറിയപ്പെടുന്നു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വെട്ടിക്കോട്ട് അമ്പലത്തിൻ്റെ അടുത്ത് ആകാറായിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മളെ കാർ പാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഞായറാഴ്ച ദിവസവും ശനി ഞായറൊക്കെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ വണ്ടി ഇടാനെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലാണ് അവരുടെ പാർക്കിങ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നേരെ നമ്മൾ പാർക്കിംഗ് സൈഡിലോട്ട് പോവാണ്. ഒരു ഹോസ്പിറ്റലുണ്ട്, അതാ കൂടുതൽ ആംബുലൻസ് കിടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് അപ്പോൾ ഓട്ടോ ഇറങ്ങണം. അത്യാവശ്യം വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടെ ഒരു ആള് നിൽപ്പുണ്ട് വണ്ടിയൊക്കെ താപ്പോട്ട് പറയാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് നേരത്തെ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റുമായിരുന്നു, ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് കയറ്റുന്നില്ല. ഇവിടെ നിന്നാണ്. എനിക്കൊന്ന് തിരക്കായോണ്ടായിരിക്കണം, തിരക്ക് കൂടിയോണ്ടാണ്. അപ്പൊ നമ്മൾ കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇവിടെ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് തിരിയുക. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ സൈഡിലൊക്കെ വണ്ടി ഇട്ടിട്ടുണ്ട് ആൾക്കാർ. ഇവിടെ ഫുൾ തിരക്കാട്ടോ, നല്ല തിരക്കുണ്ടെന്നാണ്. അപ്പോ അമ്പലത്തിന്റെ അടുത്ത് ഏകദേശം ആകാറായി. ഇവിടെ ചേട്ടന്മാരൊക്കെ നിന്ന് നമ്മുടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. മേപ്പള്ളി ഇല്ലം ആണ് ആ ഫ്രണ്ടിൽ കാണുന്നത്. ഓട്ടോയുടെ ഫ്രണ്ടിലാണ്, ഓട്ടോ അടക്കുന്നുണ്ട്, കാണുന്നില്ല. തിരക്കുണ്ട്, അതാണ് മേപ്പള്ളി ഇല്ലം. കേരളത്തിന് ശേഷം പരശുരാമൻ ആദ്യമായി സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്നു ഈ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ആദിമൂലം വെട്ടിക്കോട്ട് ശ്രീ നാഗരാജ ക്ഷേത്രമെന്ന് അറിയപ്പെടുന്നു. മേപ്പള്ളി ഇല്ലത്തിന്റെ അധികാര പരിധിയിൽപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ പൂജാകാര്യങ്ങളും മേൽനോട്ടവും നോക്കി നടത്തുന്ന മേപ്പള്ളി ഇല്ലക്കാർ തന്നെയാണ്. കശുവ പ്രജാധിപതിക്ക് കദ്രു എന്ന പത്നിയിൽ ലഭിച്ച 8 പുത്രന്മാരിൽ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായ അനന്ത ഭഗവാനെ തനതായ രൂപത്തിൽ പ്രതിഷ്ഠിച്ചാരാധിക്കുന്ന ഒരേ ഒരു ക്ഷേത്രമേ കേരളത്തിലുള്ളൂ. അതാണ് ആദിമൂലം ശ്രീ നാഗരാജ ക്ഷേത്രം. ആയില്യം നാളിൽ തന്നെയാണ് അനന്തന്റെ ജനനവും ഒപ്പം പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയതെന്നും ആണ് വിശ്വാസം. ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് കന്നിമാസത്തിലെ ആയില്യം. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി ആളുകൾ ഈ ക്ഷേത്രത്തിൽ എത്തിപ്പെടുന്നു.
പൂയം നാളിലെ ദീപാരാധനയും വളരെ പ്രാധാന്യമുള്ളതാണ്. അനന്തനെ എഴുന്നള്ളിപ്പ് നടത്തുന്നതാണ് ആയില്യം ദിവസത്തെ പ്രധാന ചടങ്ങ്. ആയില്യം എഴുന്നള്ളിപ്പ് കണ്ടു കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് വിഷഭയം ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം. ഉച്ച കഴിഞ്ഞ് സർവാഭരണ വിഭൂഷനായ നാഗരാജാവിനെ മേപ്പള്ളി ഇല്ലത്തേക്ക് എഴുന്നള്ളിക്കുകയും 1 മണിക്കൂർ നേരം നിലവറയ്ക്കുള്ളിൽ പൂജ നടത്തുകയും ഈ സമയത്ത് ഭക്തർക്ക് ദർശനം ഉണ്ടായിരിക്കുന്നതുമാണ്. ഇനി നമുക്ക് ക്ഷേത്രത്തിന്റെ പരിസര കാഴ്ചകളിലേക്ക് പോകാം. നയനമനോഹരമായ കരകൗശല സാധനം, ഓണാട്ടുകരക്കാരുടെ കാർഷിക സമൃദ്ധമായ കൃഷിവിളകളൊക്കെയും ഇവിടെ വിൽപ്പനയ്ക്കായി നിരത്തി വെച്ചിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു യാത്രകളുമായി വീണ്ടും കാണാം. താങ്ക്